കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. കിട്ടുമെന്ന് പറഞ്ഞു. കണ്ണിന്റെ കാഴ്ചറപ്പ് തിരിച്ചു കൊടുത്തു. ഗൾഫിക്ക് ജോലിക്ക് പോയി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് ഇന്റെ കറാമത്തല്ല, ഒന്നുമില്ല. എന്റെ നാട്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കരതാ. തങ്ങളിപ്പാപ്പൊക്കെ എന്തുകൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞ അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ സലാത്തിന്റെ പവറാണ്. അതിന് സമ്മാനമായിട്ട് എത്തിയ മക്കൾക്ക് എന്നോട് സ്നേഹം എനിക്കറിയാം. സംഭവം കണ്ടാറ്. അപ്പോ ഇൻഷാ അല്ലാഹ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി മരിക്കുന്നത് വരെ സഹോദരക്കൻ അള്ളാഹു പൂർണ്ണ ശക്തിയുള്ള കൊടുക്കട്ടെ, ഡബിൾ പവറുള്ള കൊടുക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, സലാത്ത് എല്ലാ ദിവസവും കേൾക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഇതൊന്നും അള്ളാഹു വെറുതെ ആക്കാതെ കേട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് തക്ബീർ. മനസ്സിലായോ? ഓപ്പത്തിന് കയറ്റിയോ? ഓപ്പത്തിന് കയറ്റിയോ? അതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഇവർക്ക് ഓർമ്മ നൂറാബിയവ്. അപ്പണ് നേർച്ചയാക്കി അപ്പണ് പ്രസവിച്ചു. അള്ളാഹ് തന്ന നിയമത്താണ്. അള്ളാഹു എന്നും നിലനിർത്തി തെറ്റ്. അതാ നമുക്ക് നമ്മള് കൂടുതൽ നമുക്കൊന്നും വേണ്ട, കൂടുതൽ ഇതൊന്നും വേണ്ട. എല്ലാ നിയമത്തും അള്ളാഹു നിലനിർത്തി തെറ്റ്. അതപ്പോ അള്ളാഹു കുട്ടികൾ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. സ്വലാത്തിന്റെ പവറാണത്. മനസ്സിലായോ? സ്വലാത്തിന്റെ പവറാ. ഇന്ന് വരെ എന്റെ നാവ് പേച്ചിട്ടില്ല, പേക്കാതെ കേട്ടെ. അതും സ്വലാത്തിന്റെ പവറാണ് കേട്ടോ. അപ്പൊ ഒരു ഗർഭിണി ഇന്ന കുട്ടിയെ നമ്മൾ പറയും. നിങ്ങൾ ആരും എന്താ പറയാന് എനിക്ക് ഒരു തോന്നലുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് പൈസ എത്ര റുപ്യ? ഇത് തണുപ്പാപ്പല്ലേ? ഇതിലെങ്കിലും നമ്മൾ സ്നേഹം ഉണ്ടല്ലോ. തിരൂരിൽ നിന്ന് വരുന്ന ഉമ്മ, തിരൂരിൽ നിന്ന് വരുന്ന ഒരു ഉമ്മ. നിങ്ങളുടെ വിഷയം എന്തായിരുന്നു? മോൻ വിളിക്കാത്തതിന്റെ പേരിലാണ് ഉമ്മ വരാതിന്, അല്ല ഉമ്മ തങ്ങളെത്തിക്ക് വന്നത്. എത്ര വർഷമായി വിളിക്കാത്തത്? 2 വർഷമായി ഉമ്മാനും മകൻ വിളിക്കലുമില്ല. ഒരു വിവരമുണ്ടല്ലേ? അങ്ങനെയായി ഉമ്മ വളരെയധികം വ്യസനത്തിലായിരുന്നു. വളരെയധികം കരച്ചിലോട് കരച്ചിലായി. അങ്ങനെ എന്താക്കി തങ്ങൾ പാപ്പാൻ അടിക്കലേക്ക് വന്നു. തങ്ങൾ പാപ്പ എന്താ പറഞ്ഞത്? വിളിച്ചോളും എന്ന് പറഞ്ഞു. എന്നിട്ടോ അയച്ചു, പൈസ അയച്ചു. ആർക്ക്? എന്നൊക്കെ തങ്ങൾ പാപ്പാക്കോ? മകനെ ഇനി വിളിക്കാനും മരണം വരെ ഉമ്മാനെ പൊന്നുപോലെ നാക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്കും നമ്മളെ മക്കൾക്കുള്ള ഭാഗ്യം നൽകട്ടെ. പടച്ചവനെ, ഞങ്ങളെ മക്കളൊക്കെ ഞങ്ങൾ പറഞ്ഞതുപോലെ അനുസരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. തക്ബീർ ചൊല്ലിക്കാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി. രോഗങ്ങളില്ലെങ്കിൽ നമുക്ക് സമാധാനം അല്ലേ? നമ്മുടെ ശരീരത്തിന് രോഗങ്ങളില്ലെങ്കിൽ നമുക്ക് പകുതി സമാധാനമാണ്. ഈ സഹോദരി ഇവിടെ വന്നു കളക്ടർ മൊഴിയായിട്ട്. അപ്പൊ ഡോക്ടർമാരും ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈകാലുകൾ കുഴയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. ഞങ്ങൾ പാപ്പ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല. ആ സലാത്ത് ചെല്ലുന്ന നാവ് കൊണ്ട് പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല. അൽഹംദുലില്ലാ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരിയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും വലിയ വലിയ രോഗങ്ങളൊക്കെ തന്ന് നമ്മൾ അള്ളാഹു പരീക്ഷിക്കാതിരിക്കും. എന്ത് രോഗം തന്നിട്ടുണ്ടെങ്കിലും ആ രോഗം കാമിലായ ശിഫ നൽകട്ടെ. അപ്പൊ ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നാണ്. ഡോക്ടർമാർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങളുടെ ശരീരം കൈകാലുകൾക്ക് തളർന്നു പോകും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നു. അൽഹംദുലില്ലാ, ആ നാവ് കൊണ്ട് എന്ത് പറഞ്ഞ്, സലാത്ത് ചെല്ലുന്ന നാവ് കൊണ്ട് എന്ത് പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു നാവിന് കൊടുത്ത അസറാണ്, ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ. അള്ളാഹുവിന് മരണം വരെ കൈകാലുകൾക്ക് നല്ല ശക്തി നൽകുമാണ്. നമ്മളെ പോലെ ഓടിച്ചാടി നടക്കാൻ അള്ളാഹു എല്ലാവിധ കഴിവും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ശരീരം വെട്ടിമുറിക്കുന്ന രോഗങ്ങളൊന്നും അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. തക്ബീർ ചൊല്ലി സഹോദരിക്ക് വേണ്ടി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.